ഈശോമിശിഹായിലെ ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട നമ്മുടെ ആർച്ച് പ്രീസ്റ്റ് അഗസ്റ്റിനച്ച, പ്രിയ ബഹുമാനപ്പെട്ട ജോസച്ച, മറ്റ് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായുള്ള 8 നോമ്പ് നമ്മളെല്ലാം പ്രവേശിച്ചിരിക്കുകയാണ്. പലസ്തീനയിലെ നല്ല യഹൂദ കുടുംബം ജവാക്കിമിൻ്റെയും അന്നയുടെയും മകൾ മറിയം ജനിച്ച ദിവസമാണല്ലോ നമ്മളെല്ലാം സെപ്റ്റംബർ മാസം 8-ാം തീയതി ഭക്തിപൂർവ്വം ആചരിക്കുന്നത്. പരിശുദ്ധ മറിയം ദൈവം കൊടുത്ത കൃപയ്ക്ക് കാരണമായി പലസ്തീനയിൽ ജവാക്കിമിൻ്റെയും അന്നയുടെയും കുടുംബത്തിന് സവിശേഷമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ദൈവപുത്രൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, ആ കുടുംബം ദൈവസന്നിധിയിൽ സവിശേഷമായ പ്രാധാന്യമുള്ളതാണ്. വിശുദ്ധ പാരമ്പര്യം പറയുന്നു, ജവാക്കിമിൻ്റെയും അന്നയുടെയും കുടുംബത്തിന് 3 പ്രത്യേകമായ സവിശേഷതകൾ. 1, യഹോവയിൽ പരിപൂർണമായ ആശ്രയത്വമാണ്. 2, പ്രാർത്ഥനയിലൂടെ നിരന്തരം ദൈവഹിതം അന്വേഷിക്കുന്ന കുടുംബമാണ്. 3, മോശയുടെ പ്രമാണങ്ങളും കൽപ്പനകളുമെല്ലാം കൃത്യമായി പാലിക്കുന്ന കുടുംബമാണ്. ഈ 3 സവിശേഷ ഗുണങ്ങളാണ് ജവാക്കിമിൻ്റെയും അന്നയുടെയും കുടുംബത്തിന് വിശുദ്ധ പാരമ്പര്യം പറയുന്നത്. ഇങ്ങനെയൊരു കുടുംബത്തിലാണ് മറിയം ദൈവത്തിൻ്റെ പുത്രൻ്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട മറിയം ജനിക്കുന്നത്. മറിയത്തിൻ്റെ ജനന തിരുനാൾ പൗരസ്ത്യ സഭകളിലെല്ലാം കുടുംബങ്ങളുടെ തിരുനാളാണ്, കുടുംബത്തിൻ്റെ തിരുനാളാണ്. അമ്മമാര് പെൺമക്കൾക്ക് വേണ്ടി നോക്കിയിരുന്ന നോമ്പാണ് 8 നോമ്പ്. മർത്തോമ നസ്രാണികളുടെ പാരമ്പര്യത്തിൽ ഡയൻവർസ് സിനഡ് കത്തിച്ചു കളഞ്ഞ രേഖകൾ, അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്ത കാര്യം, മർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ 8 നോമ്പ് പ്രബലമായിരുന്നു. ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വേണ്ടി നോക്കിയിരുന്നതാണ് ഈ 8 നോമ്പ്. ആങ്ങളമാർ പെങ്ങന്മാർക്ക് വേണ്ടി നോക്കിയിരുന്നതാണ് ഈ നോമ്പ്. അതുകൊണ്ടാണ് ഇതൊരു കുടുംബത്തിൻ്റെ ആഘോഷമാണ്, ആചാരമാണ്. പേർഷ്യൻ സഭയിലും സമാനമായ ആഘോഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജവാക്കിമിൻ്റെയും അന്നയുടെയും കുടുംബത്തിലുണ്ടായിരുന്ന സവിശേഷമായ കാര്യങ്ങൾ, യഹോവയിലുള്ള പരിപൂർണമായ ആശ്രയത്വം. നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ നിലനിർത്തേണ്ട ശക്തമായ സ്വഭാവമാണ് ദൈവത്തിൽ ആശ്രയിക്കുക. മറ്റൊന്നിലുമല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഇവിടെയാണ് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ബിടെക് പഠിക്കുന്ന ചെറുപ്പക്കാരനാണ്.
അവന് ലഹരി മരുന്നിൻ്റെ പിടിയിലായി. അതിൽ നിന്ന് മോചിക്കപ്പെട്ടു. ഇപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു. അവന് മനസ്സിലായി, താൻ അകപ്പെട്ട ഒരു മരണവക്രത്തിൽ നിന്ന് ദൈവം ശക്തനായവൻ തന്നെ രക്ഷിച്ച സുവിശേഷം അവൻ പറയുക. ഇതാണ് ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ആഴമായ ബോധ്യം. ഇതാണ് ജോവാക്കീമും അന്നയും തങ്ങളുടെ കുടുംബത്തിൽ നിരന്തരമായിട്ട് പുലർത്തിയിരുന്നത്. പ്രാർത്ഥനയിലൂടെ ദൈവഹിതം അറിയാനുള്ള താല്പര്യം, എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ, ദൈവഹിതം അന്വേഷിക്കുക. അങ്ങനെ ദൈവഹിതം അന്വേഷിക്കുന്ന കുടുംബമാണ് പരിശുദ്ധ അമ്മയുടെ കുടുംബം. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ആ കുടുംബത്തിൽ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് ദൈവം തങ്ങളുടെ പിതാക്കന്മാരിലൂടെ ഞങ്ങൾക്കായി ചെയ്തു തന്നത്? ഇതേക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവം തങ്ങൾക്കായി ചെയ്ത വലിയ കാര്യങ്ങൾ. ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നപ്പോൾ അവിടെ നിന്ന് അത്ഭുതകരമായിട്ട് അവരെ മോചിപ്പിച്ച് ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്ത് അവരെ എത്തിക്കുന്ന വിസ്മയകരമായ കാര്യങ്ങളൊക്കെ മാതാപിതാക്കന്മാര് കുഞ്ഞുങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു. അത് കേട്ടാണ് യഹൂദ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ വളർന്നു വന്നത്. ദൈവം തങ്ങൾക്കായി ചെയ്ത കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ, ഞാൻ സൂചിപ്പിച്ച ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ഉറപ്പായി പറയാൻ സാധിക്കും. മാർത്തോമാ നസ്രാണികളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു പാരമ്പര്യമാണ്, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ ചെവിയിൽ മാതാപിതാക്കന്മാര് പറഞ്ഞിരുന്ന, ഓതിക്കൊടുത്ത ഒരു നാമമുണ്ട്, മാറൻ ഈശോ മിശിഹ. ഈശോ നാമം ജനിക്കുന്ന കുഞ്ഞിൻ്റെ ചെവിയിലേക്ക് ഓതിക്കൊടുത്തിരുന്നു. ഇത് കേട്ടാണ് ഒരു കുഞ്ഞ് ഉണരുന്നത്. ഈശോ നാമം കേട്ടാണ് ഒരു കുഞ്ഞിൻ്റെ ജനനവും വളർച്ചയുമല്ല. ഇതിൻ്റെ കാരണം ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. അപ്പസ്തോല നടപടി പുസ്തകം 4-ാം അധ്യായം 12-ാം വചനം, ആകാശത്തിന് കീഴിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നിരന്തരം പറയേണ്ടത് ഈശോനാമമാണ്. അവരുടെ ചെവിയിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കന്മാരും മന്ത്രിക്കേണ്ടത് ഈശോയുടെ രക്ഷാകരമായ നാമമാണ്. ഈ നാമം കേട്ട് ഉച്ചരിച്ച് വളരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നിറയുന്നത്. പരിശുദ്ധാത്മാവ് നിറയുന്നത് എത്ര പ്രാവശ്യം ഒരു ദിവസം ഈശോനാമം പറയാൻ ഉച്ചരിക്കാൻ സാധിക്കുന്നോ അത്രത്തോളം പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകും. ഒരു കുട്ടി വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, ഒരു ദുശ്ശീലത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നില്ല. ദുശ്ശീലം എപ്പോഴും എൻ്റെ കൂടെ കൂടിയിരിക്കും, അതിൽ നിന്ന് മാറാനായിട്ടൊരു വഴിയുമില്ല. ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, ഈശോ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈശോയുടെ നാമം എത്ര പ്രാവശ്യം ചൊല്ലാൻ സാധിക്കുന്നു അത്രത്തോളം ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ വിടുതൽ കിട്ടും. വിടുതൽ, പരിശുദ്ധാത്മാവ് വന്ന് വിടുതൽ തരും. ആ കുട്ടി അതുപോലെ ചെയ്തു. വലിയ സന്തോഷത്തോടു കൂടി അവൻ വന്ന് പറഞ്ഞു, ഈശോ നാമം രക്ഷാനാമം, ഈശോ നാമം രക്ഷാനാമം. ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഇന്നും ദൈവം അനേകരെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. ഇതെല്ലാം അനുഭവിച്ചറിയാനായിട്ട് ഈശോ നാമം രക്ഷാനാമം എന്ന് അനുഭവിച്ചറിയാനായിട്ട് അനേകരെ ദൈവം ഇന്നും ഒരുക്കി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ എല്ലാം സാധാരണ ജീവിതത്തിൽ പുരയിടം വാങ്ങിക്കഴിയുമ്പോൾ വീട് വയ്ക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുന്നത് വെള്ളമുണ്ടോ, വെള്ളമുള്ള സ്ഥലമാണോ എന്ന് അന്വേഷിക്കും. എന്നിട്ട് കിണർ കുത്തി വെള്ളം കാണും. എന്നിട്ടാണ് സാധാരണ നമ്മളൊക്കെ വീട് പണിയുന്നത്. ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന വലിയൊരു ജലാശയവുമായിട്ട് നമ്മുടെ ജീവിതത്തെ ഭൂമി തുറന്ന് ബന്ധിപ്പിക്കുക. എന്തിനാണ് ഈ പ്രകാരം ഭൂമി തുറന്ന് ജലാശയം, ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന ജലാശയവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കിണർ കുഴിക്കുക? നമ്മുടെ എല്ലാം ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ജലത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ജലം അത് നമുക്കെല്ലാം കുളിർമയും സന്തോഷം തരും. നമ്മുടെ ജീവിതത്തെ തന്നെ നനവുള്ളതാക്കി മാറ്റും. മണ്ണിനെ നനവുള്ളതാക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തെയും നനവുള്ളതാക്കി മാറ്റുന്നതാണ് ഈ ജലം. അതുകൊണ്ടാണ് നമ്മളെല്ലാം ജലത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ യാക്കോബിന്റെ കിണറ്റ് കരയിലിരിക്കുമ്പോൾ, ഈശോ ഒരു കിണറിന്റെ കരയിലിരിക്കുമ്പോഴാണ്, യാക്കോബിന്റെ കിണർ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് സമരിയാക്കാരി സ്ത്രീ നട്ടുച്ച നേരത്ത് വെള്ളം കോരാനായിട്ട് വരുന്നത്. ഈ കിണറ്റിന് കരയിലുള്ള ഈശോയുടെ ഇരിപ്പ് യാക്കോബിന്റെ കിണറാണ്. ഈശോ അവരോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ തരിക. സമരിയാക്കാരി അത്ഭുതപ്പെട്ടു. നീ യഹൂദനായിരിക്കെ സമരിയാക്കാരിയോട് കുടിക്കാൻ ചോദിക്കുന്നു? യഹൂദരും സമരിയാക്കാരും തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ല, അവർ തമ്മിൽ ബന്ധമില്ല. ഈ ജലത്തിലൂടെ ഒരു ബന്ധമാണ് ഈശോ അവിടെ ഉറപ്പിക്കുന്നത്. ഈശോ അവരോട് പറഞ്ഞു, നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും ഈ കിണറ്റിൽ നിന്ന് കുടിക്കുന്ന ആ കിണറിന്റെ സ്വഭാവത്തെക്കാൾ ഉപരിയായിട്ട് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ജലം നീ ആവശ്യപ്പെടുകയും അത് നിന്നിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിട്ട് മാറുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാകും. ഈ ജലം കുടിക്കുന്നവനെ വീണ്ടും താങ്ങിക്കും. ഈശോയോട് പറഞ്ഞു, ഈ ജലം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും. ഞാൻ നൽകുന്ന ജലം നിത്യമായ ജീവനിലേക്ക് നയിക്കും. അപ്പൊ നിത്യജീവന് കാരണമാകുന്ന നിത്യജീവനിലേക്കാണ് ആ സ്ത്രീയെ ഈശോ കൊണ്ടുപോയത്. ഈശോയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഈശോ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ഭർത്താവില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. എന്നാ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവുമല്ല. അപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു പ്രവാചകനാണ് എന്ന് ഞാൻ അറിയുന്നു. പിന്നീട് അവള് സമരിയയിലേക്ക് ഓടിപ്പോയി ഈശോയെ കുറിച്ച് പറയുകയാണ്. സമരിയാക്കാരി അവൾ ചോദിക്കുന്നുണ്ട് ഈശോയുടെ, ആദ്യം ഞങ്ങൾക്ക് ഈ കിണർ നൽകിയ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും മക്കളും കന്നുകാലികളും ഈ നാട്ടിലെ എല്ലാവരും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചത്. നീ എങ്ങനെയാണ് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുക? വെള്ളം കോരാൻ പാത്രവുമില്ല, കിണറാണെങ്കിൽ വളരെയേറെ ആഴമുള്ളത്. ഇപ്പോഴാണ് ഈശോ അവൾക്ക് ജീവജലത്തെക്കുറിച്ചുള്ള ബോധ്യം കൊടുക്കുന്നത്. ഈ ഭൂമിയിലെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയിലെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഭൂമിയിലെ സന്തോഷവും സുരക്ഷിതത്വവും ഒക്കെ തേടി നടന്ന ഒരു സ്ത്രീ, അവൾക്ക് ഭൂമിയിൽ എങ്ങും ശാന്തി ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭർത്താക്കന്മാരിൽ നിന്നും ലഭിക്കുന്നില്ല, സ്ഥിരതയില്ല. അങ്ങനെ നടന്ന ഒരു സ്ത്രീ
ഈശോയെ കണ്ടുമുട്ടിയപ്പോഴാണ് അവൾക്ക് മനസ്സിലാക്കുന്നത് തൻ്റെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ള ജീവജലത്തെക്കുറിച്ച് അറിയുന്നത്. തൻ്റെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഈ ജീവജലം ഈശോയിൽ നിന്ന് പാനം ചെയ്യാൻ കഴിയുന്ന അനുഭവത്തിലേക്ക് അവൾ വളരുകയാണ്. അതുകൊണ്ടാണ് പിന്നീട് അവൾ ഓടിപ്പോയി ഈശോയെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞത്. പിന്നീട് അവൾക്ക് അവളുടെ കാര്യമല്ല പറയാനുള്ളത്, ഈശോയുടെ കാര്യമാണ്. ഈ സ്വഭാവത്തിലേക്ക് വളരാനാണ് നമുക്കെല്ലാം സാധിക്കേണ്ടത്. പരിശുദ്ധ അമ്മയുടെ തിരുനാളിൽ അമ്മ എന്ന പദം അത് സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, കനിവിൻ്റെ, അലിവിൻ്റെ, സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ എല്ലാം ദാർഢ്യമായ പദമാണ്. മനുഷ്യന്റെ ഇടയിൽ ഇതുപോലെ അർത്ഥവ്യാപ്തിയുള്ള മറ്റൊരു പദവുമില്ല. അമ്മ എന്ന പദം, അമ്മമാരുടെ എല്ലാം അമ്മ പരിശുദ്ധ മറിയം, ദൈവപുത്രന്റെ അമ്മയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഈ അമ്മയുടെ ജീവിതം തീർച്ചയായും നമുക്കെല്ലാം മാതൃകയാണ്. അമ്മ എന്ന പദം അക്ഷരാർത്ഥത്തിൽ പരിശുദ്ധ മറിയത്തിൽ അന്വർത്ഥമാണ്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും വാത്സല്യത്തിൻ്റെയും എല്ലാം മുഖമാണ്. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അതിശക്തമായ സ്നേഹത്തെക്കുറിച്ച് നമ്മളെല്ലാം തിരുവചനത്തിലൂടെ അറിയുന്നുണ്ട്. അമ്മ കുഞ്ഞിനെ മറക്കുക സ്വാഭാവികമല്ല. അങ്ങനെ ഒന്ന് സംഭവിച്ചാലും ദൈവം ഒരു കുഞ്ഞിനെ മറക്കില്ല എന്ന സത്യമാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമുക്കാർക്കും ആശങ്കയ്ക്ക് കാരണമില്ല. ദൈവത്തിൽ ആശ്രയിക്കുക, അതാണല്ലോ മാതാപിതാക്കന്മാർ കുടുംബങ്ങളിൽ പഠിപ്പിച്ചത്. നമ്മുടെയൊക്കെ വീടുകളിൽ സഹായം ചോദിച്ചു വന്ന സഹോദരന്മാർ മുൻകാലങ്ങളിൽ വീട്ടിൽ വന്ന് വിളിച്ചിരുന്ന അമ്മയാണ്. അമ്മേ ധർമ്മം തരണമേ അമ്മേ എന്നാണ്. ധർമ്മം തരണമേ അമ്മ എന്നാണ്. സഹായമല്ല ചോദിച്ചത്, ഔദാര്യമല്ല ചോദിച്ചത്, ധർമ്മം തരണമേ എന്നാണ്. അമ്മ ധർമ്മം നൽകുന്ന വ്യക്തിയാണ്. അതിലൂടെ വലിയൊരു കാഴ്ചയാണ് നമുക്ക് ലഭിക്കുന്നത്. അമ്മയുടെ യഥാർത്ഥമായ ചിത്രം അവരിലൂടെ എല്ലാം നമ്മുടെ മനസ്സിൽ കോറിയിട്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ പ്രവലങ്ങാട്ട് ഭക്തരായ ജനങ്ങളെല്ലാം മുക്തിയമ്മ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അമ്മയും കുട്ടികളെയൊക്കെ അരുവിക്കരയിലേക്ക്, അരുവിയുടെ അടുത്ത് കൊണ്ടുവന്ന് പാനം ചെയ്യിപ്പിക്കുന്ന അമ്മയാണ്. ഈ അരുവിയിൽ നിന്ന് കുടിക്കാൻ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവി ഈശോയുമായിട്ട് നമ്മെ ബന്ധിപ്പിക്കുകയാണ്, സ്വർഗവുമായിട്ട് നമ്മെ ബന്ധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗവുമായിട്ട് ബന്ധമില്ലാതെ വന്നാൽ നമ്മൾ കേവലം ജഡികരായി മാറും. സ്വർഗവുമായുള്ളൊരു ബന്ധം, നിത്യതയുമായിട്ടുള്ളൊരു ബന്ധമില്ലാതെ വന്നാൽ ജഡികരായി പോകും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈശോ യാക്കോബിന്റെ കിണറ്റിൻകരയിൽ വെച്ച് സ്വർഗവുമായിട്ട് ബന്ധിപ്പിച്ച് അവളെ സ്വർഗീയമായ അനുഭവത്തിലേക്ക് പറക്കാൻ സഹായിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ നിറയുമ്പോൾ, ഈ ദിവസങ്ങളിൽ സഹിയോൻ ധ്യാന ടീമിന്റെ വചന പ്രഘോഷണത്തിലാണ് നമ്മളെല്ലാം. വചനം കേട്ട് ഒരുങ്ങുന്ന ഒരു സമൂഹമായിട്ട് പരിശുദ്ധ അമ്മ വചനം കൊണ്ട് ഹൃദയം സംഗ്രഹിച്ചു. ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തൻ്റെ ഹൃദയത്തിൽ നിറച്ചു. നമ്മുടെ എല്ലാം ഹൃദയത്തിലേക്ക് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കാം. ഹൃദയത്തിൽ നിറച്ചിരിക്കുന്നത് എന്താണ്? അമ്മ മകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് ഹൃദയത്തിന്റെ നിറവ് അറിയാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെയും ഹൃദയത്തിൽ വചനം നിറയണം. വചനം നിറഞ്ഞത് മാംസമാകണം. മാംസമായി മാറുമ്പോൾ വചനമാണ് ജീവിതമായിട്ട് പ്രഘോഷിക്കപ്പെടുന്നത്. അത് പരിശുദ്ധ അമ്മയുടെ ജീവിതം പോലെ ത്യാഗോജ്വലമാണ്, സ്നേഹസമ്പന്നമാണ്, സമർപ്പണത്തിൻ്റെ
തനി സ്വരൂപമാണ്. ഈ ജീവിതശൈലി നമുക്ക് ആർജിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ തിരുനാളിന് നന്നായിട്ട് ഒരുങ്ങാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈശോ നാമം കൊടുത്ത് വളർത്താം. അവർ സ്കൂളിൽ പോകുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും ഒക്കെ ഈശോ നാമം നിരന്തരമായിട്ട് ഉച്ചരിച്ചു കൊണ്ടിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത് കാണാൻ സാധിക്കും. ഈ ലോകത്തിൻ്റെ മുകളിൽ നിൽക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുന്നതാണ് ഈശോ നാമം. ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമവും രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ടില്ല എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം. അതുകൊണ്ട് നമുക്കെല്ലാം ഈ വചനം ഈശോയിലൂടെ നമുക്കായിട്ട് ലഭിക്കുന്നത് ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ പറഞ്ഞ് അനുഭവിച്ച് അതെല്ലാം നമ്മുടെ ജീവിത പ്രഘോഷണമാക്കി മാറ്റാം. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം സന്തോഷത്തോടെ സമർപ്പിക്കാൻ കഴിയും. ഈ ലോകത്തിലെ സന്തോഷമല്ല, ദൈവം തരുന്ന സന്തോഷമാണ് ഏറ്റവും മഹത്വരമെന്ന് എവിടെയും പ്രഘോഷിക്കാൻ പരിശുദ്ധാത്മാവ് ശക്തി നൽകും. ഈ ലോകത്തിലെ സന്തോഷങ്ങൾ നിസ്സാരമാണെന്ന് അപ്പോൾ ബോധ്യമാകും. ഈ സന്തോഷങ്ങളെ പിറകെ പോകുന്നതിൻ്റെ അപകടവും അബദ്ധവും അപ്പോൾ ശരിയായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തി നൽകും. അതിനെല്ലാം ഇടയാകുന്ന കൃപാവരത്തിൻ്റെ നിറവിലേക്ക് ഈ തിരുനാൾ നമ്മയെല്ലാം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിനും ഏറ്റവും മനോഹരമായിട്ട് ദൈവകൃപയിൽ സജ്ജമാക്കിയ ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് അച്ഛനും കൂടെയുള്ള സഹോദരങ്ങൾക്കും ധ്യാനം വചനപ്രഘോഷണത്തിലൂടെ നമ്മെ ധന്യരാക്കുന്ന സജീവൻ ധ്യാന ടീമിനും ഭക്തരായി ഇവിടെ എത്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനും കൃപാവരം സമ്പന്നമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.